സ്പോട്ട് ലൈവിന് പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. കോതമംഗലത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച 37 ഗ്രാം MDMA-യുമായി പെൺകുട്ടിയും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശിനിയായ പെൺകുട്ടി കോതമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠനത്തിനായി എത്തിയതാണ്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഠനം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരവല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്. ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കുകയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇടുക്കിയിൽ നിന്ന് കോതമംഗലത്ത് ഉന്നത പഠനത്തിനായി എത്തിയ ഒരു പെൺകുട്ടിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്. ഈ പെൺകുട്ടിയും റിസാനയും സുഹൃത്തും പിടിയിലാകുന്നു. എങ്ങനെയാണ് എക്സൈസിന് ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്? നിയമസഭയിലെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചായിരുന്നു കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച കോതമംഗലം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ബംഗളൂരുവിൽ നിന്നും കോതമംഗലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ലഹരി 37.229 ഗ്രാമോളം വരുന്ന MDMA യുമായി ഇവർ പിടിയിലായത്. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ച 3 മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശിയായ യുവതി കോതമംഗലത്തെ സ്വകാര്യ കോളേജിൽ പഠനത്തിന് വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. പിന്നീട് ഈ പഠനം ഉപേക്ഷിച്ചാണ് പിന്നീട് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി തിരിയുകയായിരുന്നു. പണമാണ് പ്രധാനമായും ഇവർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള പണം ഈ ലഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇങ്ങനെ പഠനം ഉപേക്ഷിച്ച് ലഹരി വിൽപ്പനയിലേക്ക് പോകാൻ ഇവരെ പ്രേരിപ്പിച്ചതും ഈ ഒരു ഘടകമാണ്. എന്തായാലും കോതമംഗലത്തിന് സമീപത്തുള്ള മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ കേസ് തന്നെയാണ് ഇതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യലടക്കം ഇനി നടത്തേണ്ടതുണ്ട്. അതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇവർ ലഹരി എത്തിക്കുന്നത്, അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് വിതരണം ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തീർച്ചയായും നവമി, ഈ പെൺകുട്ടിക്കും സുഹൃത്തിനും ആരാണ് ലഹരി എത്തിച്ചതെന്ന് അറിയണം. അതോടൊപ്പം ഇവരുടെ ഈ വിൽപ്പന മേഖലകൾ എവിടെയൊക്കെയാണ്? ഈ കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചാണോ, യുവാക്കൾക്കിടയിലാണോ? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസ് പറയുന്നതനുസരിച്ച് ഈ യുവാക്കൾക്കിടയിലും യുവതികൾക്കും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇടയിലും കേന്ദ്രീകരിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നതെന്നാണ്. ചെറിയ പാക്കറ്റുകളായാണ് ഇവർ കൈമാറുന്നത്. 2000-3000 രൂപയാണ് ഇവർ ഇതിനായി തുകയായി വാങ്ങുന്നത്. പിന്നീട് ഇവർ ഇത് ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്നാലും സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കാരണം നമുക്കറിയാം, കുറെ നാളുകളായി നമ്മൾ ഒന്നടങ്കം പോരാടുന്നതാണ് ലഹരിക്കെതിരെ. പോലീസിന്റെ തന്നെ വലിയ ഒരു പരിശോധന തന്നെയാണ് കേരളത്തിലുടനീളം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇതിപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഇവരെ പിടികൂടുന്നതും ഇവർ പോലീസിന്റെ പിടിയിലകപ്പെടുന്നതും. ഇവർ ആർക്കൊക്കെയാണ് നൽകുന്നത്, ആരിൽ നിന്നാണ് ഇവർ ലഹരി എത്തിക്കുന്നത്, എത്ര നാളായി ഈ ലഹരി കച്ചവടം തുടങ്ങിയിട്ട് ഇതെല്ലാം പോലീസിന് അറിയേണ്ടതുണ്ട്. എന്നാൽ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുക. ഇപ്പോഴെന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് വിദ്യാർത്ഥികൾക്കും
കുട്ടികൾക്കും വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ലഹരി കോതമംഗലത്തിലേക്ക് വ്യക്തമാണ്. കോതമംഗലത്ത് ലഹരിയുമായി പിടിയിലായത് വിദ്യാർത്ഥിനിയും സുഹൃത്തുമാണ്. ഇവരുടെ വിൽപ്പന മേഖലകൾ കേന്ദ്രീകരിച്ചും എക്സൈസിന്റെ അന്വേഷണം ഊർജിതമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.